എല്ലാവർക്കും അറിയാം ബനാന ഫ്രൈ. അപ്പം നമ്മൾക്ക് കുറച്ച് പഴം നമ്മളെടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ട് കീടെടുത്തി കളയാൻ പാടില്ല. നമ്മൾ ഒരു സാധനം വേസ്റ്റാക്കി കളയരുതെന്ന് അച്ഛനൊക്കെ പറയാറുണ്ട്. അപ്പം ഇവിടെ പ്രത്യേകിച്ചും ഏട്ടൻ ചീത്ത പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാവ് കുറച്ച് നേരത്തെ കൂട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ ബനാന ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അപ്പം നമുക്ക് നോക്കിയാലോ. സൺഫ്ലവർ ഓയിലാട്ടോ. കാരണം ഇത് വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടിയ സമയത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുക്കുന്നതാണ്. പക്ഷേ ഇത് ഇവിടെ വെളിച്ചെണ്ണ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് സൺഫ്ലവർ ഉപയോഗിക്കുമ്പോൾ പിള്ളേർക്കൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ ഇന്ന് എന്താ ചെയ്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയണേ. എങ്ങനെ ആവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്താവുന്നു അതും അറിയില്ല കേട്ടോ. ഇവിടെ എനിക്ക് സഹായത്തിന് ഇതേ ഒരാൾ ഹെൽപ്പർ ഉണ്ട് കേട്ടോ. അല്ലട്ടാ, എന്താ ഉണ്ടാക്കുന്നേ? എന്തുണ്ടാക്കാനാ? എന്തൊക്കെന്നാ? ഇവിടെ ഒരാള് ബനാന ഫ്രൈക്ക് മാവ് കളിച്ചോണ്ടിരിക്കുകയാണേ. കളിക്കുന്നൊന്നുമില്ല, സ്പൂണോണ്ട് ഇങ്ങനെ ആക്കി നോക്കുക. എന്നൊക്കെ നമ്മൾ ഫ്രൈ ഏകദേശം ആയി വരും കേട്ടോ. ഇവിടെ പഴംപൊരി പൊതുവെ എണ്ണക്കടിയൊന്നും പുറത്തൊന്നും വാങ്ങില്ല. കഴിയുന്നത് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ തട്ടിക്കൂട്ടി ചെയ്യും കേട്ടോ. അങ്ങനെയാണേ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പഴം പൊരിക്കുന്നത്. കാരണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഞാൻ ചെയ്യലിട്ട. അപ്പോൾ ഇത്രയൊന്നും പൊങ്ങലില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ അത്യാവശ്യം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടാ. ഇതിൽ പേടിയുണ്ട്, എന്നാലും ഇപ്പോൾ കണ്ടില്ല നല്ല പൊങ്ങി വരും കേട്ടോ. ഹലോ, എൻ്റെ ബനാന ഫ്രൈ ഉണ്ടാക്കിയതേ തീർന്നു. ദേണ്ട 2 പുള്ളിക്കാരാട്ടോ. ദേ ഒരെണ്ണം, ദാ ഒരെണ്ണം. രണ്ടും കൂടി ആവുന്നതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന ഫ്രൈ അല്ലേ. അപ്പോൾ കുറേ അയിലെന്ന് പറഞ്ഞാൽ എടുത്ത് തിന്നുക കേട്ടോ. രണ്ടും കൂടെ ഞാനാണ് ഇങ്ങനെ ഈ ഒരു കൊട്ടയിൽ ഇങ്ങനെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ വേറെ ടിഷ്യൂ പേപ്പറില്ലേ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കും. കാരണം ആ എണ്ണ മുഴുവനും അതിലേക്ക് അതിലോട്ട് പിടിച്ചോളുമല്ലോ. അങ്ങനെയാണ്. അതേ ഇവിടുന്ന് 2 കൊതിച്ചുകൾ ഇതാ അവിടെ ഇരുന്ന് വഴക്കൂടുന്നു. മോളതെടുത്ത് അവനെടുത്ത് തിന്നുന്നു. അവന്